ബോട്ടപകടത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും താൽക്കാലിക ആശ്വാസവുമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് 10,000 രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേർക്ക് 5,000 രൂപ വീതവും ധനസഹായമാണ് നൽകിയത്. ബോട്ടപകടത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും താൽക്കാലിക ആശ്വാസവുമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. മരണപ്പെട്ട കുടുംബത്തിന് 10,000 രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേർക്ക് 5,000 രൂപ വീതം ധനസഹായവുമാണ് നൽകിയത്. തുക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മരണപ്പെട്ടവരുടെ വീട്ടിലെത്തി കുടുംബങ്ങൾക്ക് കൈമാറി. പരിക്കേറ്റവർക്ക് താലൂക്ക് ആശുപത്രിയിലെത്തിയുമാണ് കൈമാറിയത്. ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും മരണപ്പെട്ടവർക്ക് ക്ഷേമനിധി ബോർഡ് 10 ലക്ഷം നൽകും. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായത്തുക അനുവദിക്കുമെന്നും കൂട്ടായി ബഷീർ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ക്ഷേമനിധി ബോർഡ് ജൂനിയർ എക്സിക്യൂട്ടീവ് ചോബിൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ.എം. റഹീം എന്നിവർ സംബന്ധിച്ചു. PGTV ന്യൂസ് പൊന്നാനി. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.